നമസ്കാരം, സുജാസ് കിച്ചൻ വേഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു കടല റോസ്റ്റ് ആണ്. കടല ഒട്ടും ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല റോസ്റ്റ് ആണ്. അതുപോലെ കഴുകി നമുക്കൊരു 6 മണിക്കൂർ കുതിർക്കാൻ വെക്കാം, അല്ലെങ്കിൽ ഓവർ നൈറ്റ് കുതിർക്കാനായിട്ട് വെക്കുക. എല്ലാം നല്ലതുപോലെ കുതിർന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് കടല വേവാൻ ആവശ്യത്തിനായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് 4 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. കടല വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങാക്കൊത്ത് കടല റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി നമുക്കിതിലോട്ട് 5 കഷ്ണം ചെറിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ കടലയിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കാത്തത്. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാലകളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടല ചേർത്ത് കൊടുക്കുമ്പോൾ കടല വേവിച്ച് വെച്ചേക്കുന്ന വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുക.
നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കടലയിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റായിട്ട് വരുന്നത്. നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടല റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ ടാറ്റാ.